ഹായ് ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഇന്നൊരു ഹാപ്പി സൺഡേ ആണ്. എല്ലാവർക്കും ഹാപ്പി സൺഡേ ആവട്ടെ. അപ്പം നമ്മളിതാ രാവിലെ എണീറ്റു. ഇന്ന് നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് 3 ഗസ്റ്റുകളുണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ കിട്ടുവിൻ്റെ ചേട്ടൻ. സത്യത്തിൽ ചേട്ടൻ ഇവിടെ ഇല്ല. ചേട്ടൻ്റെ വൈഫ്, അതായത് എൻ്റെ ചേട്ടത്തി, ചേട്ടൻ്റെ 2 മക്കൾ കുഞ്ഞിയും തുമ്പിയും. അവർ ഇന്നലെ ഇവിടെ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇതാണ് ചേട്ടൻ്റെയും ചേട്ടത്തിയുടെയും 2ാമത്തെ മോള് തുമ്പി. ദ്വിതി എന്നാണ് അവളുടെ യഥാർത്ഥ പേര്. അപ്പോൾ തുമ്പിക്കുട്ടിയെ നമ്മളിതാ ഇവിടെ കിടത്തിയിരിക്കുകയാണേ. ഇതാണ് കുഞ്ഞിയുടെ യഥാർത്ഥ പേര് അതിഥി പ്രമോദ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞി ഉണ്ടാവും. കുഞ്ഞൊരു ഹായ് പറഞ്ഞേ. ഹലോ. നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഡാഡൂസ് എണീറ്റു. അങ്ങനെ ഡാഡുവും കുഞ്ഞിയും കൂടെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിയെ ഞാൻ കുഞ്ഞിപ്പുഴു എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തുമ്പിയെ തുമ്പി ഗേൾ എന്നുമാണ് വിളിക്കുന്നത്. ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ഓരോ പേരൊക്കെ ഇടാറുണ്ട് ഗൈസ്. നന്ദൂട്ടനും കല്യാണിയും അവിടെ വന്നു ഇപ്പോൾ എല്ലാവരും സെറ്റായി. ഡാഡു എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഡാഡുവിന് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡാഡുവിന് ഫുഡ് കൊടുത്തിട്ട് കാണാം. ഗായ്സ്, നിങ്ങൾ കുഞ്ഞിയും തുമ്പിയും കണ്ടു, ചേട്ടത്തിയെ കണ്ടില്ലല്ലോ. നിങ്ങൾക്ക് ഞാൻ ചേട്ടത്തിയെ കാണിച്ചു തരാം. ചേട്ടത്തി വന്നത് സൺ കിസ് ചെയ്തു. ഇതാണ് ചേട്ടത്തി. ചേട്ടത്തിയുടെ പേര് ആര്യ എന്നാണ്. ചേട്ടത്തിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഗായ്സ്, ആര്യസ് ഡയറീസ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ കുട്ടീസിനൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെയും കഴിച്ചില്ലായിരുന്നു. ചേട്ടത്തി ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ എപ്പോൾ കണ്ടാലും ചേട്ടത്തി എനിക്ക് ഫുഡ് വാരി തരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടി. അതുകൊണ്ട് ചേട്ടത്തിയെ കാണുമ്പോഴൊക്കെ ഞാൻ വാരിത്തരാൻ പറയാറുണ്ട്. അതുകൊണ്ട് ചേട്ടത്തി ഫ്രീ ആവുന്നവരെ ഞാൻ കഴിക്കാതിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഡാഡൂസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി. അവൻ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റൊക്കെ ദഹിച്ചു. അങ്ങനെ കുറുക്ക് കൊടുക്കുവാണ് ഞാൻ. കൊള്ളാമോ ഡാഡു? ഓക്കെ. എന്ത് കൊടുത്താലും കഴിച്ചിട്ട് കൊള്ളൂലെന്ന് എൻ്റെ മോൻ പറയാറുള്ളൂ. പിന്നെ അതിനുശേഷം കുഞ്ഞിയും കല്യാണിയും കൂടെ നൃത്തങ്ങളിലേക്ക് കടന്നു. അവർ കളിക്കുന്ന ഡാൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് പാട്ട് കേട്ട മൊത്തത്തിൽ തെറ്റി ഗൈസ്. പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് ഡാൻസ് കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ. പാട്ടിങ്ങനെ ആഡ് ചെയ്യാത്തതാണ്. അങ്ങനെ 2 പേരും കൂടെ കുറേ സമയം അവിടെ ഡാൻസ് കളിച്ചു. ഇവരൊക്കെ ഡാൻസ് കണ്ട് ഡാഡുവും തുമ്പികളൊക്കെ അവിടെ കിടന്ന് മടുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നാത്തൂൻ്റെ ഹസ്ബൻഡ് ഈ ഒരു മുട്ടായി കൊണ്ടുവന്നു. ഞാൻ ഈ മുട്ടായി സത്യത്തിൽ ഇതുവരെയും കഴിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായി. എനിക്കല്ല കൊണ്ടുവന്നത്, പിള്ളേർക്കാണ് കൊണ്ടുവന്നത്. പിന്നെ അവരൊന്ന് അടിച്ചു മാറ്റി ഞാൻ കുറച്ച് കഴിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ലൊരു മുട്ടായി ആയിരുന്നു. അങ്ങനെ ഫുഡ് കൊടുത്ത് ഡാഡുവിനെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. ഇനി എൻ്റെ പരിപാടി എന്ന് പറയുന്നത് തുണി നനയ്ക്കലാണ്. ഞാനല്ല നനയ്ക്കുന്നത്, എൻ്റെ വാഷിംഗ് മെഷീനാണ് തുണി നനയ്ക്കുന്നത്. കുറച്ച് തുണി കൊണ്ട് എനിക്ക് അതിലോട്ട് ഇടാനുണ്ട്. അപ്പം നമുക്ക് തുണി ഇടാം. ഒരാഴ്ചയൊക്കെ കൂടുമ്പോഴാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് കഴുകാറുള്ളത്. വാഷിംഗ് മെഷീനിലോട്ട് കൊണ്ടിടും. അത്ര ഡ്രസ്സല്ലേ ഉള്ളൂ, വീട്ടിലിടുന്ന മാത്രമേ അങ്ങനെ കഴുകാറുള്ളൂ. ബാക്കിയെല്ലാം നോർമലി നമ്മൾ കല്ലിൽ കഴുകാറുണ്ട്. കിട്ടു സഹായിക്കാറുണ്ട്. മൊത്തം 54 മിനിറ്റ് കഴിഞ്ഞാലേ എൻ്റെ തുണി വാഷ് ചെയ്ത് തരുമെന്നാണ് വാഷിംഗ് മെഷീൻ പറയുന്നത്. അപ്പോൾ നമുക്ക് 54 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കാണാം. പിന്നെ നമ്മുടെ സ്നീസിങ് ചലഞ്ചൊക്കെ കണ്ടപ്പോൾ ചേട്ടത്തിക്ക് ഒരു മോഹം യുക്കേലി പൊടി വലിച്ചൊന്ന് തുമ്മാൻ. അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തുമ്മാൻ പോവുകയാണേ. ഇത് ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തേക്കാമേ. ഗായ്സ്, ഇത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്നീസിങ് ചലഞ്ചൊക്കെ എപ്പോൾ ചെയ്താലും ഞാൻ മാത്രമാണ് ഏറ്റവും കൂടുതൽ തുമ്മുന്നത്. ഇവർക്കൊന്നും എന്താണ് തുമ്മൽ വരാത്തത്? ചേട്ടത്തേക്ക് ഒരിക്കൽ തുമ്മൽ വന്നില്ല, 2ാമത് കളിച്ച് എന്നിട്ട് തുമ്മൽ വന്നില്ല. എൻ്റെ ആഗ്രഹം ഇവിടെ തീർന്നു. പക്ഷെ എനിക്ക് മാത്രം ഇത് വന്നുകൊണ്ടിരുന്നത് എൻ്റെ കുഴപ്പമാണോ ഇവരെയൊക്കെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അറിയാന്നുള്ളവർ കമൻറ്റ് ബില്ലോ. തുമ്മി തളർന്ന് ഗൈസ്. എനിക്കത് ഇങ്ങനെ അൺലിമിറ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും തീർന്നോന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ തളർന്നതുകൊണ്ട് കുറച്ച് സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ നമ്മൾ സ്നാക്സ് കഴിക്കാൻ പോവാണ്. ഉമ്മി തളർന്ന് സ്നാക്സൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്കും ചോറ് കഴിക്കേണ്ട സമയമായി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്കും വർക്കിന് പോയിട്ട് കിട്ടു വന്നു. കിട്ടു ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കിട്ടു പുൽക്കൂട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കിട്ടു പുൽക്കൂട് ഉണ്ടാക്കുന്നത് കാണുന്ന ജോലിയാണ്. അങ്ങനെ കണ്ട് ആസ്വദിച്ച് ഞാനവിടെ ഇരുന്നു. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചേട്ടത്തിയും തുമ്പികളും അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. പുൽക്കൂടിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറൊരു വ്ളോഗിൽ കാണിക്കുന്നതാണ്. അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് പുൽക്കൂടും സ്റ്റാറും ഒക്കെ റെഡിയാക്കാനുള്ള തത്രപ്പാടിലാണ്. അതിനുശേഷം നമ്മളൊന്ന് റെഡിയായി പുറത്തോട്ട് പോവാണ്. ഞാനും കിട്ടും മാത്രം, വേറെ ആരെയും കൊണ്ടുവന്നില്ല. നമുക്ക് കുറച്ച് ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. ചിക്കൻ വാങ്ങി നേരെ നമ്മൾ വെജിറ്റബിൾ വാങ്ങാൻ പോയി. അവിടെ നിന്ന് ബേക്കറിയിലൊക്കെ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങി. ഞാനിന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഗായ്സ്. അതിനുള്ള തയ്യാറെടുപ്പിലാണേ. അങ്ങനെ നമ്മൾ പോയി കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നു. റൈസും ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ ബാക്കിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ഈ റൈസിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഇടാവേ. അങ്ങനെ കാണാൻ നല്ല മൊഞ്ചുള്ള റൈസും അതുപോലെ സൂപ്പർ ചിക്കൻ കറിയും സാലഡും റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഗായ്സ്, ഞാൻ ഉണ്ടാക്കിയിട്ട് പറയല്ല, സൂപ്പറാണ് കാണാൻ വേണ്ടി കഴിക്കാൻ വേണ്ടിയും. എന്നെപ്പൊക്കെ പറയാൻ ഞാൻ മാത്രം മതിയല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. കിട്ടുന്നത് അതെല്ലാം കൂടെ കോരി വേറൊരു പാത്രത്തിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കിട്ടുകൊണ്ട് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുന്നത്. കോരി അങ്ങോട്ട് എടുത്തപ്പോഴും നല്ല അടിപൊളി മണം വരാൻ തുടങ്ങി. നമ്മൾ ആദ്യം കുട്ടികൾക്കാണ് കൊടുത്തത്. കുഞ്ഞിപ്പുഴും നന്ദുടനും കല്യാണിയും കൂടെ ഫസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുത്താൽ പിന്നെ നമുക്ക് സമാധാനപരമായി കഴിക്കാമല്ലോ. തുമ്പികളൊന്നും കിട്ടാത്ത വിഷമത്തിൽ കിടന്നുറങ്ങുവാണ്. ഉറങ്ങുമല്ല, അവൾ കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഡാഡു ഈ സമയത്ത് ആരുടെയോ കയ്യിലായിരുന്നു. ചേട്ടത്തി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കുട്ടീസിന് ഫുഡ് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് നമ്മൾ വാഴയിലയിലാണ് കഴിക്കുന്നത്. അത് കാണിച്ചു തരാം. കണ്ടോ, കിട്ടുവാണ് ഒഫീഷ്യൽ വിളമ്പുകാരൻ. അങ്ങനെ കിട്ടു ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വാഴയിലൊരു ചൂട് റൈസും ചിക്കൻ കറിയും സാലഡും പപ്പടവും കൂടെ വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഗായ്സ് ഒരു എഗ്ഗിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയത് ഇപ്പോഴാണ് ഓർക്കുന്നത്. പിന്നെ നമ്മൾ മൂന്നാളും കൂടെ കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ തന്നെയാണ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇതാ ചേട്ടത്തെയും കിട്ടും കൂടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് കഴിക്കുന്നത്. നമ്മൾ ചേട്ടനെ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ട്. ചേട്ടൻ ജോലിക്ക് പോകാനാണ് ചേട്ടന് വരാൻ പറ്റാത്തത്. പിന്നെ അന്നത്തെ ദിവസം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇന്നലെ ബേബീസൊക്കെ അലമ്പായോണ്ട് നമുക്ക് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. ചേട്ടത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് ഗായ്സ്. വെരി പെയിൻഫുൾ മൊമെൻറ്റ്. വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. നമുക്ക് പരിചയപ്പെട്ട അന്ന് മുതലേ പിരിയുമ്പോൾ ഭയങ്കര വിഷമമാണ് ചേട്ടത്തി. അങ്ങനെ അവർ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. കിട്ടു കൊണ്ടാക്കും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ കാണാവുന്ന പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും ഒന്ന് ബൈ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. വേറെ സൂപ്പർ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ ഡാഡ് വിളിച്ചിരിക്കുകയാണ്. അതുവരെ ബൈ.